അപ്പം 40 വർഷത്തെ ഒരു തുടർച്ചയായിട്ടുള്ള വളരെ ചെറുപ്പത്തിൽ വരികയും ഇപ്പോൾ എപ്പോഴും വളരെ യങ്ങായിരിക്കുന്നു. ഈ 40 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പം അങ്ങിപ്പം ഭരണത്തിലില്ല, പവർ പൊളിറ്റിക്സിലില്ല, സംഘടനാ രാഷ്ട്രീയത്തിലുമില്ല. എന്താണ് ഇനി മുന്നോട്ടുള്ളൊരു? അല്ല, അതിനെക്കുറിച്ച് ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. അതിപ്പോൾ ഇപ്പോഴത്തെ ഇലക്ഷൻ ലോക്കൽ ബോഡിയിൽ UDFനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ സാഹചര്യങ്ങളനുസരിച്ച് തീരുമാനം എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, മത്സരിക്കണം ഒട്ടും ഇപ്പോഴെനിക്ക് താല്പര്യം വന്നിട്ടില്ല. ഒരു ഇലക്ഷനോടൊരു എന്താ പറയേണ്ടത്, ഇനി എന്തിനാണ് ഇലക്ഷൻ എന്നൊരു ഫീലിംഗ് മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതൊക്കെ സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കാം. അത് ഞാൻ ആദ്യം ലോക്കൽ ബോഡി കഴിയട്ടെ, ഫർദർ തീരുമാനം പിന്നീടാകാം. ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയം സാധാരണ ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഈ പ്രതിപക്ഷ നേതാവാണ് പിന്നീട് ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി. അത് അങ്ങനെ ഒരു അവസരം കിട്ടാതെ പോയ ഒരാളാണ് ചെന്നിത്തല. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അക്കോമഡേഷൻ ഇനി കൊടുക്കണമെന്ന് അല്ല, അത് നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഒന്ന്, പ്രതിപക്ഷ നേതാവ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയായിട്ടില്ല. PT ചാക്കോ ആയിരുന്നു ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് പക്ഷേ 60 വന്നപ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് മാറുകയുണ്ടായിരുന്നു. അദ്ദേഹം ക്യാബിനറ്റിൽ 3-ാം സ്ഥാനമായിരുന്നു. പട്ടംതാണമുള്ള മുഖ്യമന്ത്രി, R. ശങ്കർ ഉപമുഖ്യമന്ത്രി. അത് കഴിഞ്ഞിട്ട് 3-ാം സ്ഥാനമായിരുന്നു PT ചാക്കോന്. പിന്നീട് എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. K. കരുണാകരൻ ആദ്യ ആഭ്യന്തരമന്ത്രിയായി, പിന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി. അതുപോലെ തന്നെ AK ആൻ്റണി പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി. പക്ഷേ രമേശിൻ്റെ സമയം വന്നപ്പോൾ കോവിഡും മറ്റ് സാഹചര്യങ്ങളും കാരണം LDFന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണ തുടർച്ചയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പ്രതിപക്ഷ നേതാവ് വന്നു. അല്ല, അത് അന്ന് ചെന്നിത്തലയ്ക്ക് തുടർന്നുകൂടായിരുന്നു ഈ പ്രതിപക്ഷ നേതാവ്? അല്ല, അന്നൊരു പുതിയ ടീം വരണമെന്നൊരു ആഗ്രഹം ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. ഒരു പുതിയ ടീം നയിക്കട്ടെ. അങ്ങനെയാണ് സുധാകരൻ KPC പ്രസിഡൻറ്റും VD സതീശൻ പ്രതിപക്ഷ നേതാവുമായിട്ട് വന്നത്. അപ്പോൾ പിന്നെ ആ ഒരു പാരമ്പര്യം കൺവെൻഷൻ കീഴ്വഴക്കം വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ VD സതീശൻ അല്ലേ ഒരു? അല്ല, അത് നമുക്ക് ഇലക്ഷന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് ഹൈക്കമാൻഡ് ഒരു പേര് പ്രഖ്യാപിക്കണം. പക്ഷേ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ അങ്ങനെ ഏർപ്പാടില്ല. ഒരു മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഇതുവരെ ഇലക്ഷൻ ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ K. കരുണാകരൻ ഉണ്ടായിരുന്ന കാലത്ത്, ആൻ്റണി ഉണ്ടായിരുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്തും അവരൊക്കെയാണ് മുഖ്യമന്ത്രിമാരാവുന്ന ജനത്തിനറിയാം. പക്ഷേ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും പാർട്ടി പ്രഖ്യാപിക്കില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിക്കോളൊന്നുമില്ല. മുമ്പ് ഒരിക്കലുണ്ടായിട്ടില്ല, ഒരിക്കൽ മാത്രം ഉണ്ടായിട്ടില്ല, പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷം തീരുമാനമെടുക്കും. അതിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് വളരെ തലമുതിർന്ന നേതാക്കന്മാർ എണ്ണത്തിൽ കൂടുതൽ നിൽക്കുകയും ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായ അവസരങ്ങളുള്ളൂ. ഈ ഒരു തരത്തിലുള്ള ഈ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് അതല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച് ബഹുജനത്തിൻ്റെ ഇടയിലൊരു വല്ലാത്ത? അല്ല, അത് മുൻകാലങ്ങളിലൊക്കെ പതിവുള്ള കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് പല കാര്യങ്ങളും പുറത്തറിയുന്നു എന്ന് മാത്രം. അതല്ലാതെ കോൺഗ്രസ്സിൽ മാത്രമുള്ള പ്രശ്നമൊന്നുമല്ല. CPMലുണ്ടല്ലോ. ഇപ്പോൾ പിണറായി ഇതിന് ശേഷം ആണ് ഒരു എന്താ പറയേണ്ടത്, ഒരു ഏകശിലാ വിഗ്രഹത്തിലേക്ക് ആ പാർട്ടി മാറുന്നത്. നേരെ മറിച്ച് അതിന് മുമ്പ് അങ്ങനെയല്ലല്ലോ. മുമ്പ് വോട്ടെടുപ്പിലൂടെയല്ലേ നയനാർ മുഖ്യമന്ത്രിയായത്. അന്ന് മത്സരം നടന്നല്ലോ പാർട്ടിക്കകത്ത്. നയനാർ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സുശീല ഗോപാലിനായിട്ടും ഫൈറ്റ് നടന്നില്ലേ? എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്നതാണ്. പിന്നെ കോൺഗ്രസ്സിലാണെങ്കിൽ അങ്ങ് മൂടി വയ്ക്കില്ല, എല്ലാം പുറത്തറിയും. അല്ല, ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് ചോദിക്കട്ടെ. കാരണം ഒരു 2 പ്രാവശ്യം ഭരിച്ച ഒരു LDF സർക്കാരിനോടുള്ളൊരു ഇഷ്ടക്കേട് അത് വളരെ പ്രകടമാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും UDF അധികാരത്തിൽ വരുമോ എന്നുള്ളതിൽ വലിയ ആശങ്കകളുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ സംസാരിച്ച വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയും പഴയ കാലത്ത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നത്, അത് പഴയതിൽ നിന്ന് ഒരുപാട് രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. അത് മാറിയിട്ടുണ്ട്, ജനറേഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ യങ് ജനറേഷന് പിന്നെ ഇപ്പോൾ BJPയിലുള്ള ഒരു പാർട്ടി, അതെ, പാർട്ടി ശക്തമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനം എടുക്കും അക്കാര്യത്തിൽ, സംശയമൊന്നുമില്ല. അതിൻ്റെ പാർട്ടി നേതാക്കൾ തമ്മിലുള്ള സ്പർദ്ധ കാരണം ഒരിക്കലും അധികാരം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ദേശീയ നേതൃത്വം വളരെ വിജിലൻ്റാണ്.
ദേശീയ നേതൃത്വമായിട്ടുള്ള, അതായത് ഇപ്പം ഒരുപാട് ഞാൻ നേരത്തെ നമ്മൾ ആദ്യം സംസാരിച്ചത് ഈ ദേശീയ നേതൃത്വവുമായിട്ട് കെ മുരളീധരൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അദ്ദേഹം പല കാര്യങ്ങളും പലപ്പോഴും ഞാനിപ്പോൾ ഇലക്ഷനൊക്കെ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ എന്നെ നേരിട്ട് വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളാൻ തക്കവണ്ണമുള്ള പേഴ്സണൽ നമ്പർ അത് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം 100 കൂട്ടം തിരക്കിൽ ഓടി നടക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ സ്വന്തം കാര്യം പറയാൻ വേണ്ടി അദ്ദേഹത്തിനെ വിളിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. സഹായിക്കേണ്ട സമയത്ത് അദ്ദേഹം സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. എന്നെ വളരെ അദ്ദേഹത്തിന് കാര്യമാണ്. എന്ത് കാര്യത്തിനും അദ്ദേഹത്തിനോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.